ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടത്തിന് പോവാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒഡീസി കാണുമ്പോൾ നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് കോയമ്പത്തൂർ ഐമാക്സിൽ പോകാൻ പോവാണ്. ഇപ്പോൾ കോയമ്പത്തൂർ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ബ്രോഡ്വേ സിനിമാസിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് കഴിഞ്ഞാൽ മാളിക്ക് ബസ് കിട്ടും. പക്ഷേ ഞങ്ങളുടെ ടൈം 11 മണിക്കായതുകൊണ്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അല്ലേ ബ്രൂക്ക്വിൽ അല്ലേ? ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു. പക്ഷെ നമ്മുടെ അണ്ണൻ നമുക്ക് വഴി കാട്ടിത്തരികയാണ്. നൈറ്റ് ലാസ്റ്റ് ടൈം വന്നിട്ട് ആനാ ബസ് കിടക്കിറക്ക് കുറച്ച് ടൈമായി. ടാക്സി കിടക്കുമാ? നൈറ്റിലെ ടാക്സി കിടക്കുമാ? ഓക്കെ. ഒരു വൺ പീസ് ഫാൻ എന്ന നിലയിൽ ആകെ ഒരൊറ്റ ക്യാരക്ടറുള്ളൂ. അങ്ങനെ വഴി തെറ്റി അവസാനം ബസ്സൊന്നും കിട്ടാത്തതുകൊണ്ട് റാപ്പിഡോയിൽ ത്രിബിൾ അടിച്ചിട്ട് തിയേറ്ററിലേക്ക് പോവാണ്. ഇല്ല, അന്നറിയാതെ വന്നതാണ്. അത് കയറ്റിയതല്ല. അന്നെനിക്ക് എനിക്കെന്തോ മിഠായി ഒന്നില്ലേ, അതവർ നോക്കിയപ്പോൾ അത് അറിയാതെ വന്നതാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐമാക്സ് ആണ് ബ്രോഡ്വേ സിനിമാസ്. ഞാനിവിടെ 3ാമത്തെ തവണയാണ് വരുന്നത്. ഫസ്റ്റ് ഇൻഡസ്റ്റെല്ലാർ റേ റിലീസിന് വന്നു, പിന്നെ അവതാറിന് വന്നു, ഇപ്പോൾ ഒഡീസി കാണാൻ വന്നു. എനിക്കിവിടെ വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ്. കാരണം അവരെപ്പോൾ വന്നാലും ഇങ്ങനൊരു സാധനം തരും. ഒരു നല്ല സിനിമ കണ്ടിട്ട് ഇതുപോലൊരു സാധനം കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെ. ഇപ്പോൾ ഇനി പടം കണ്ടിട്ട് ബാക്കി. ആരില്ലേ? നമ്മളെ സീറ്റ് ഏതാ? ഏതാ? ഇതൊരു 11 മണിയുടെ ഷോ ആണ്, പക്ഷെ എന്നിട്ടും ഇത് ഫുള്ളാണ്. അതും കോയമ്പത്തൂര്. പടം കഴിഞ്ഞു, എന്താ പറയാ. ഞാൻ പ്രതീക്ഷിച്ചൊരു പടം ഉണ്ട്, ഒരു ലെവലുണ്ട്. പക്ഷെ ആ ലെവലിൽ നിന്ന് പീക്കിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുക. സമയം രാത്രി 2:15.
മറ്റേ പടം കഴിഞ്ഞിറങ്ങിയ സമയം. ഒരു നല്ല സിനിമ ഒരു നല്ല തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പീക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വരുമ്പോൾ ഒരു ലെവൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റഫർ നോളൻ്റെ പടമാകുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഡബിൾ അല്ലെങ്കിൽ അതിനും മുകളിൽ കിട്ടിയിട്ടാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് എന്താണ് എനിക്ക് ഫീൽ ആയതെന്ന് ഞാൻ പറയണം. അപ്പോൾ പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഐമാക്സിൽ തന്നെ കാണാൻ പറ്റിയത് എന്താ പറയുക, ഫേവറേറ്റ് ഡയറക്ടറാണ് ക്രിസ്റ്റഫർ നോളൻ. അപ്പം അങ്ങേരുടെ ഒരു പടം ഇങ്ങനെ ഐമാക്സ് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയത്. പിന്നെ ഞാൻ ഇവിടെ വന്നത് 500-600 രൂപ ടിക്കറ്റ് മുടക്കിയിട്ട് 100 കിലോമീറ്ററിലും കൂടുതൽ ട്രാവൽ ചെയ്തിട്ട്, അതും കേരളത്തിൽ നിന്ന് തമിഴ്നാട് വന്നിട്ടാണ് ഈ ഒരു പടം കണ്ടത്. അപ്പോൾ ഇങ്ങനെ കാണാൻ വരുന്നവർക്ക് വട്ടാണോ എന്ന് ചിലർക്ക് തോന്നും. പക്ഷേ ഈ ഒരു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്കിതൊരു പീക്ക് അനുഭവമായിരിക്കും. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല.